രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഇമെയിൽ പരാതി വന്നപ്പോൾ കാണിച്ച ആ ആവേശമുണ്ടല്ലോ, ആ പോലീസ് വീര്യം നമ്മൾ കണ്ടതാണ്. രാത്രിക്ക് രാത്രി അറസ്റ്റ്, മിന്നൽ വേഗത്തിൽ നടപടി. എന്നാൽ ഇതാ ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ജൂറിയിൽ ഇരുന്നു കൊണ്ട് ഒരു സ്ത്രീ താൻ അതിക്രമത്തിന് ഇരയായി എന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് പരാതിപ്പെട്ടു. ദിവസങ്ങളോളം പോലീസ് അനങ്ങിയില്ല. എന്തേ മുഖ്യമന്ത്രിയുടെ ഇമെയിലിന് വേഗത പോരെ? അതോ പ്രതി സ്വന്തം ആളായതുകൊണ്ട് കൈ വിറച്ചതാണോ? സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇരയ്ക്കൊപ്പമെന്ന് ആവർത്തിക്കുന്ന ഒരു പാർട്ടി, പക്ഷേ അവർക്ക് വേണ്ടവർക്ക് വേണ്ടി സത്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചകളായി മാറുകയാണ്. സിനിമാ സംവിധായകനും ഇടതുപക്ഷ സഹയാത്രികനുമായ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള ഡോക്ടർ ആശ ആച്ചി ജോസഫിന്റെ വെളിപ്പെടുത്തലുകൾ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. പ്രമുഖ സംവിധായകനും ഇടത് സഹയാത്രികനുമായ പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ ലൈംഗിക അതിക്രമത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ചലച്ചിത്ര പ്രവർത്തക ഡോക്ടർ ആശ ആച്ചി ജോസഫ് രംഗത്ത് വരുമ്പോൾ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയത് മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയോട് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ: നിയമം എല്ലാവർക്കും ഒന്നല്ലേ? അതോ പാർട്ടി മെമ്പർഷിപ്പും സഹയാത്രികൻ എന്ന ലേബലും ഉണ്ടെങ്കിൽ ലൈംഗിക അതിക്രമം വെറും തെറ്റിദ്ധാരണയായിട്ട് മാറുമോ? പണ്ട് തീവ്രത അളക്കാനുള്ള കോലുമായി പോയ പാർട്ടിയാണ് എന്നുകൂടി ഇവിടെ ചേർക്കുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ചുമതലയ്ക്കിടെ IFFK ജൂറി അംഗമായിരിക്കവെയാണ് ഒരു സ്ത്രീക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായത്. തനിക്ക് നേരിട്ടത് യാദർച്ഛികമായ ഒരു പിഴവല്ല, മറിച്ച് ബോധപൂർവമായ അതിക്രമമാണെന്ന് ഡോക്ടർ ആശ ആച്ചി തുറന്നു പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പോലും തെളിവായി ഉണ്ടായിട്ടും ഒരു ഹോട്ടൽ മുറിയിലെ അതിക്രമത്തിന് മാപ്പല്ല, ശിക്ഷയാണ് വേണ്ടതെന്ന് ഉറച്ച നിലപാടിലാണ് അവർ ഉള്ളത്. CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. സിനിമാ ലൊക്കേഷനിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലരാകുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാലത്താണ് ഈ ക്രൂരത എന്നുകൂടി ഓർക്കണം. എന്നിട്ടും പ്രതി പറയുന്നു വേണമെങ്കിൽ മാപ്പ് പറയാമെന്ന്. അന്തസ്സോടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ അവരുടെ നേരെ കൈവച്ചിട്ട് മാപ്പ് പറഞ്ഞു തീർക്കാൻ ഇതെന്താ കുട്ടിക്കളി വല്ലതുമാണ്? ഡോക്ടർ ആശ ആച്ചി ജോസഫ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായി മാറുകയാണ്. മിണ്ടാതിരിക്കുക എന്നത് അന്തസ്സിന് മേൽ നടക്കുന്ന രണ്ടാമത്തെ അതിക്രമമാണെന്നാണ് പറയുന്നത്. അതിക്രമം നടന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നീതി നടപ്പിലാക്കാൻ പോലീസ് വൈകിയെന്ന ഗുരുതരമായ ആരോപണമാണ് ആശ ഉന്നയിച്ചിരിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസിൽ പരാതി എത്തിയെങ്കിലും ചാനലുകളിൽ വാർത്ത വരുന്നതുവരെ FIR ഇടാൻ പോലീസ് തയ്യാറായില്ല പോലും. വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടും അധികൃതർ കാട്ടിയ അലംഭാവം തന്നെ ഞെട്ടിച്ചുവെന്നും പറയുന്നുണ്ട്. നിയമം നടപ്പിലാക്കേണ്ടവർ ഇരയേക്കാൾ വേട്ടക്കാരനെ സഹായിക്കുന്ന നിലപാടാണോ സ്വീകരിക്കേണ്ടതെന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയർന്നു കേൾക്കുന്നത്. സംഭവം നടന്നതിന് പിന്നാലെ കാര്യങ്ങൾ സങ്കീർണമാക്കരുതെന്നും മിണ്ടാതിരിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് നിരവധി പേർ തന്നെ സമീപിച്ചതായിട്ടും ആശ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ മിണ്ടാതിരിക്കുക എന്നത് അന്തസ്സിന് മേൽ നടക്കുന്ന രണ്ടാമത്തെ അതിക്രമമാണെന്ന് അവർ വിശ്വസിക്കുന്നു. സിനിമയിലെ സ്ത്രീ കൂട്ടായ്മകൾ ശബ്ദമുയർത്തി വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടും തൊഴിലിടങ്ങളിൽ സ്ത്രീക്ക് ഇന്നും അരക്ഷിതാവസ്ഥയാണെന്ന സത്യം ഈ സംഭവം തെളിയിക്കുകയാണ്. തന്റെ തുറന്നു പറച്ചിൽ മറ്റൊരു സ്ത്രീക്ക് ഭയമില്ലാതെ സംസാരിക്കാൻ കരുത്താകുമെന്നാണ് ആശയുടെ പ്രതീക്ഷ. പിണറായിയുടെ സ്ത്രീ സുരക്ഷയാണ് ആശ ചോദ്യം മുന്നിൽ നിർത്തുന്നത്. കേരള രാജ്യാനന്തര ചലച്ചിത്രമേളയ്ക്ക് സിനിമകളുടെ സെക്ഷനിലിടെ ജൂറി അംഗമായ സ്ത്രീയോട് ഹോട്ടൽ മുറിയിൽ വെച്ച് മോശമായി പെരുമാറി എന്നതാണ് കേസ്. ചലച്ചിത്രമേളയ്ക്കുള്ള സിനിമകളുടെ സെലക്ഷന് വേണ്ടിയുള്ള കമ്മിറ്റിയിൽ പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തകയും ഉണ്ടായിരുന്നു. തലസ്ഥാനത്തെ ഒരു ഹോട്ടലിലായിരുന്നു ജൂറി അംഗങ്ങൾ താമസിച്ചിരുന്നത്. സ്ക്രീനിങ്ങിന് ശേഷം ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തിയ സമയത്ത് കുഞ്ഞുമുഹമ്മദ് മുറിയിലെത്തി അപമര്യാദയായി പെരുമാറിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് കാണിച്ച് ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ഈ പരാതി മുഖ്യമന്ത്രി കണ്ടോൺമെന്റ് പോലീസിന് കൈമാറുകയായിരുന്നു. പരാതിയിൽ പറയുന്ന ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് പോലീസ് കേസെടുത്തത്. അതേസമയം പരാതി കുഞ്ഞുമുഹമ്മദ് നിഷേധിക്കുകയായിരുന്നു. അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നും പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാകാമെന്നും അവരോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും P.T. കുഞ്ഞുമുഹമ്മദ് പറയുകയായിരുന്നു. പോലീസിനോട് ഇത് തന്നെയാണ് P.T. കുഞ്ഞുമുഹമ്മദ് ആവർത്തിച്ചത്. IFFK സിനിമകളുടെ തെരഞ്ഞെടുപ്പിനായി ജൂറി അംഗങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. സ്ക്രീനിങ്ങിന് ശേഷം മുറിയിലെത്തിയ തന്നെ കുഞ്ഞുമുഹമ്മദ് അപമര്യാദയെ സമീപിക്കുകയായിരുന്നുവെന്നും ആശ പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് കേസെടുത്തത് എങ്കിലും കുഞ്ഞുമുഹമ്മദ് ആരോപണങ്ങൾ നിഷേധിച്ചു. പരാതിക്കാരിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്ന് വേണമെങ്കിൽ മാപ്പ് പറയാമെന്ന അയാളുടെ നിലപാട് സത്യത്തിൽ ഇടതുപക്ഷ അരക്ഷിതാവസ്ഥ തുറന്നു കാണിക്കുന്നതാണ്. എന്നാൽ മാപ്പല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് അതിക്രമം നടത്തിയവർ ശിക്ഷിക്കപ്പെടണം എന്നാണ് അതിജീവതയുടെ ഉറച്ച നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പരാതിക്കാരി ഓൺലൈൻ വഴി പരാതി കൊടുത്തപ്പോഴേക്കും കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും നടപടി ആരംഭിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് നേരെ കണ്ണടച്ചത്? ഈ വലിയ ചോദ്യം മുഖ്യമന്ത്രി നിങ്ങളെ എല്ലാ കാലത്തും വേട്ടയാടാൻ ഒരുങ്ങുന്നതേയുള്ളൂ.